നാരായണീയം 65 ദശകം. ഗോപികളുടെ ഭഗവത് സാമീപ്യം. ശ്രീകൃഷ്ണായ നമഃ. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമഥ സാധയിതും പ്രവൃത്ത. സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം. ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യാ തത്താദൃശം കിമപി ചിത്തവിമോഹമാപു. താഗേഹകൃത്യനിരതാസ്തനയപ്രസക്താ കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യ. സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഃ. കാശ്ചിന്നിജാംഗപരിഭൂഷണമാദധാനാ വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാഃ. ത്വാമാഗതാ നനു തഥൈവ വിഭൂഷിതാഭ്യാ താ ഏവ സംരുരുചിരേ തവ ലോചനായ. ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവസമാഗതാ ത്വാം. ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. കാചിത് കുചേ പുനരസജ്ജിതകഞ്ജുളീകാ വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണാ. ത്വാമായയൗ നിരുപമപ്രണയാതിഭാരാ രാജ്യാഭിഷേകവിധയേ കലശീധരേ വാം. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യ ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യാം. ദേഹം വിധൂയ പരചിത്സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനു ധന്യധന്യാഃ. ജാരാത്മനാ ന പരമാത്മതയാ സ്മരേന്ദ്യോ നാര്യോ ഗതാഃ പരമഹംസഗതിം ക്ഷണേന. തം ത്വാം പ്രകാശ പരമാത്മതനും കഥം ചിച്ചിത്തേ വഹന്നമൃതമശ്രമശ്നുവീയാ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകേ. നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശരോഗാൻ. വിശ്വൈകഹൃദ്യ ഹരമേ പവനേശരോഗാൻ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനായ യോദാത്. നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 65. ഗോപികളുടെ ഭഗവത് സമീപപ്രാപ്തി. ഇതുമുതൽ 5 ദശകങ്ങൾ കൊണ്ട് രാസക്രീഡ വർണ്ണിക്കുന്നു. ഈ 65-ാം ദശകത്തിൽ
9 ശ്ലോകങ്ങൾ കൊണ്ട് ദശമസ്കന്ധം 29-ാം അധ്യായത്തിലെ ആദ്യത്തെ 16 ശ്ലോകങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്നു. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമധ സാധയിതും പ്രവൃത്തഃ സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. അവിടുന്ന് പിന്നെ വ്രതം അവസാനിച്ച അന്ന് ഗോപീജനങ്ങൾക്ക് വാക്കുകൊടുത്ത ആ രാസക്രീഡോത്സവത്തെ നിറവേറ്റുവാൻ ഒരുങ്ങിയിട്ട് നല്ല തെളിഞ്ഞ നിലാവ് പരന്ന് കുളിർമയുൾക്കൊണ്ട യമുനാതീര കാന്താര പ്രദേശത്ത് ചെന്ന് നിന്ന് ഓടക്കുഴൽ വിളിച്ചു. ആ വേണുഗാനത്തിൻ്റെ അലകൾ വളരെ ദൂരേക്ക് കേൾക്കാമായിരുന്നു. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാബു. ഭഗവാനെ, അഭിവ്യക്തകളായ ഷഡ്ജാതിസ്വര സമൂഹത്തോടു കൂടിയതായ ആരോഹ അവരോഹങ്ങൾ കൊണ്ട് സകല ജനങ്ങളെയും മോഹിപ്പിക്കുന്നതായ അങ്ങയുടെ വേണുനാദത്തെ കേട്ടിട്ട് ഗോപസ്ത്രീകൾ ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്തതായ ഒരു മനോമോഹത്തെ പ്രാപിച്ചു. ആ ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോൾ ആ ഗോപികമാരുടെ മനസ്സ് മുഴുവൻ ആ ഭഗവാനിലായി. താ ഗേഹകൃത്യനിരതാസ്തനയ പ്രസക്താഃ കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഃ. ആ സുന്ദരിമാരായ തരുണിമാർ ചിലരെ വീട്ടുകാര്യങ്ങളിൽ ഏർപ്പെട്ടവരും ചിലരെ കുട്ടികളെ പരിചരിക്കുന്നവരും വേറെ ചിലരെ ഭർതൃ ശുശ്രൂഷയിൽ തന്നെ തൽപരകളും ആയിരുന്നിട്ടും അല്ലയോ മോഹനാംഗ, അവിടുത്തെ വേണുഗാനത്താൽ മോഹിപ്പിക്കപ്പെട്ടവരായി അവർ ചെയ്തിരുന്ന പ്രവൃത്തികളൊക്കെ ഉപേക്ഷിച്ച് ആ കാട്ടിലേക്ക് ഓടിയെത്തി, ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി. കാശ്ചിന്നിജാംഗപരിഭൂഷണമാദധാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാഃ ത്വാമാഗതാ നനു തഥൈവ വിഭൂഷിതാഭ്യസ്താ ഏവ സംരുചിരേ തവ ലോചനായ. വേണുപ്രണാദമുപകർണ്യ, ഓടക്കുഴലിൻ്റെ ആ ഉയർന്ന നാദം കേട്ടിട്ട് ചില ഗോപിമാർ ഓരോ അവയവത്തിലും അണിയാനുള്ള ആഭരണങ്ങളൊക്കെ എടുത്ത് അതിൽ ചിലത് മാത്രം അണിഞ്ഞ് ആ നിലയിൽ തന്നെ അല്ലേ അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങയുടെ കണ്ണിനാകട്ടെ തികച്ചും അലങ്കരിച്ചവരെ അപേക്ഷിച്ച് ആ അർത്ഥവിഭൂഷിതകൾ തന്നെ നന്നായി ഇഷ്ടപ്പെട്ടു. നന്നായി അലങ്കാരമൊക്കെ ചെയ്ത് താമസിച്ച് എത്തിയവരെക്കാൾ അങ്ങയുടെ കണ്ണിന് അർത്ഥാലങ്കൃതകളായി വന്നവർ തന്നെ അധിക രസത്തെ ഉണ്ടാക്കി. ചില ഗോപിമാർ അർത്ഥവിഭൂഷിതകളാണെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവസമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. ഒരു ഗോപസ്ത്രീ മുത്തുമാല നിതംബ പ്രദേശത്തും അരഞ്ഞാണ് കഴുത്തിലും അണിഞ്ഞുകൊണ്ട് അല്ലയോ ദേവ അങ്ങയുടെ അടുത്തേക്ക് വന്നു. ആ സുന്ദരി തൻ്റെ ജഘനത്തിന് വിശേഷിച്ചും ഹാരിത്വമുണ്ട് എന്ന് മുകുന്ദ അങ്ങേക്ക് അറിയാനായി പച്ചയായി തന്നെ പറഞ്ഞുവോ എന്ന് തോന്നും. ആ വേണുഗാനം കേട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോൾ
താൻ വേണ്ട വിധം അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കാൻ പോലും അവർക്ക് സാധിക്കണില്ല. അവരത്രത്തോളം ആ വേണുഗാനത്തിൽ അലിഞ്ഞുപോയി. അവരുടെ മനസ്സ് അതിൽ മുഴുകിപ്പോയി. അതുകൊണ്ടാണ് ആഭരണങ്ങളൊക്കെ സ്ഥാനം തെറ്റി അണിഞ്ഞിരിക്കുന്നത്. കാചിത് കുജേ പുനരസജ്ജിത കഞ്ജുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാദിഭാരരാജ്യാഭിഷേകവിധയേ കലശീധരേവ. ഒരു ഗോപസ്ത്രീ എന്തെന്നില്ലാത്ത അന്താളിപ്പോടെ മുലത്തടത്തിൽ മുലപ്പടമെടുത്ത് ചാർത്താതെ തന്നെ ആ വേണുഗാനത്തിൽ മോഹിച്ചിട്ട് മറ്റു തരുണിമാരെ അത് കണ്ടറിയുകയും ചെയ്യാതെ എതിരില്ലാത്തതും ഏറ്റവും കനത്തതുമായ പ്രണയമാകുന്ന രാജ്യത്തിൽ അങ്ങയുടെ അഭിഷേകം നടത്താനായി 2 ജലകുംഭങ്ങളുമായി വരുന്നവളാണോ എന്ന് തോന്നുമാറ് അങ്ങയുടെ അടുത്തേക്കെത്തി. ഈ വേണുഗാനം കേട്ടപ്പോൾ അവർക്ക് സ്ഥലകാല ബോധമൊന്നുമില്ല. അവർ പരസ്പരം അറിയുന്നുമില്ല. എല്ലാവരും ആ കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്താനുള്ള ആ ഒരു ധൃതിയിലോടാണ്. അവരെന്താണ് ചെയ്യണതെന്ന് അവർക്ക് തന്നെ അറിയണില്ല. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യസ്ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യാഹ. ചില ഗോപിമാർ വീട്ടിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാത്തവരായതുകൊണ്ട്, അല്ലയോ ദേവ, അങ്ങയെ തന്നെ ഹൃദയത്തിൽ നല്ല ഉറപ്പോടെ സങ്കല്പിച്ചിട്ട് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് അന്യാദൃശജ്ഞാന ആനന്ദസ്വരൂപനും അദ്വിതീയനുമായ അങ്ങയെ പ്രാപിച്ചു കൈവല്യം നേടി. ഇവരല്ലേ അത്യന്തം ഭാഗ്യശാലിനികൾ. ഈ ഗോപിമാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രാരബ്ധ കർമ്മക്ഷയം വന്ന് സംശുദ്ധകളായവരാണ്. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗദാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിച്ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. ആ ഗോപസ്ത്രീകൾ പരമാത്മാവ് എന്ന നിലയിലല്ല, ജാരൻ എന്ന നിലയിൽ സ്മരിച്ചിട്ട് ഒരു താമസവുമില്ലാതെ സാക്ഷാൽ പരമഹംസന്മാർക്ക് കിട്ടാവുന്ന ഗതിയെ പ്രാപിച്ചു. തെളിഞ്ഞ പരമാത്മസ്വരൂപത്തോടുകൂടിയ ആ അങ്ങയെ ഏത് പ്രകാരത്തിലെങ്കിലും മനസ്സിൽ ധരിച്ചുകൊണ്ട് ഞാൻ ഒരു പ്രയാസവും കൂടാതെ തന്നെ അമൃതത്തെ അനുഭവിക്കുമാറാകണമേ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശ രോഗാൻ. ലോകൈകസുന്ദര ഗുരുവായൂരപ്പ, ഇരുപുറവും വന്നു ചേർന്ന ഗോപസ്ത്രീകളാൽ ദർശിക്കപ്പെട്ട മനോഹരങ്ങളായിരിക്കുന്ന മന്ദഹാസത്തോടു കൂടിയതായ മുഖത്തോടു കൂടിയവനായി കൃപയോടുകൂടി ഗോപസ്ത്രീകളുടെ നേരെ നോക്കുന്നവനായി അവസാനമില്ലാത്തതായ കാന്തിക്ക് സമുദ്രഭൂതമായിരിക്കുന്ന അങ്ങ് എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണേ. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ച് അവരിൽ കാരുണ്യം ചൊരിഞ്ഞ് ആനന്ദം നൽകുന്ന ഭഗവാൻ എൻ്റെ രോഗങ്ങളെ നീക്കിത്തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം സമർപ്പിക്കുന്നു. നന്ദഗോപസുതനായ ശ്രീകൃഷ്ണനെ, ആ ഭഗവാനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയാണ് ഗോപസ്ത്രീകൾ കാത്യായനി വ്രതം അനുഷ്ഠിച്ചത്. അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് ഭഗവാൻ അന്ന് അവർക്ക് വാക്കുകൊടുത്തിരുന്നു. നല്ല നിലാവുള്ള
കുളിർക്കാറ്റ് വീശുന്ന ആ രാത്രിയിൽ ഭഗവാൻ അവരെ ആനന്ദിപ്പിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ വേണുഗാനം തുടങ്ങി. അത് കേട്ടതും ആ വേണുഗാനം കേട്ടതും ഗോപികമാരുടെ മനസ്സ് ആ ഭഗവാനടുത്തെത്തി. സാധാരണ ബോധതലത്തിലുള്ള ചില ഗോപിമാർ നന്നായി അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഭക്തിയുടെ പല തലത്തിലുള്ളവരാണ് ഗോപികമാർ. ചില ഗോപിമാർ പകുതി ബോധാവസ്ഥയിലും പകുതി അബോധാവസ്ഥയിലുമാണുള്ളത്. അവർ ആഭരണങ്ങളെ സ്ഥാനം തെറ്റി അണിഞ്ഞ് ഭഗവാന്റെ അടുത്ത് പോയി. പൂർണ്ണമായും അബോധാവസ്ഥയിലുള്ളവർ വസ്ത്രാഭരണങ്ങൾ ധരിക്കാൻ മറന്നുപോയി. ഭഗവാന് അവരുടെ ഭക്തി നന്നായി അറിയുന്നത് കൊണ്ട് ഭഗവാൻ നന്നായി ശരിയായി അണിഞ്ഞൊരുങ്ങി വന്നവരേക്കാൾ അശ്രദ്ധമായി അണിഞ്ഞൊരുങ്ങി എത്തിയവരെ അധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ദേവസ്ത്രീകളാണ് ഗോപസ്ത്രീകളായിട്ട് ജനിച്ചിരിക്കുന്നത്. ഗോപികൾ പരമാത്മഭാവത്തിലല്ല ജാരനായിട്ടാണ് ഭഗവാനെ ധ്യാനിച്ചത് എന്ന് പറഞ്ഞു. പതിവ്രതകളായ സ്ത്രീകൾ ഒരിക്കലും ജാരനെ പ്രാപിക്കില്ല. എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും സംരക്ഷണം നൽകാൻ കഴിയുന്നവനാണ് ഭർത്താവ്. അപ്പോൾ നമ്മുടെ എല്ലാം ഭർത്താവ് ആ പ്രാണനാഥൻ ഭഗവാനല്ലേ. ആ ഭഗവാനെയല്ലേ നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇവിടെ ജാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള രാഗാദി ദോഷങ്ങളെ നശിപ്പിക്കുന്ന ഗുരുവിനെയാണ്. അജ്ഞാനനാശം വരുത്തുന്ന ഗുരുവാണ് ജാരൻ. തങ്ങളുടെ ഉള്ളിലുള്ള രാഗാദി ദോഷങ്ങളെ നശിപ്പിക്കുന്ന ജഗൽഗുരുവായ കൃഷ്ണനെയാണ് ഗോപസ്ത്രീകൾ ധ്യാനിച്ചത്. അപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മോക്ഷം കിട്ടി. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് നമുക്കും ആ ഭഗവാനിലെത്താൻ ശ്രമിക്കാം. എൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.